ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഫെഡറൽ ബാങ്കിന്റെ ഫ്ലാഷ് പേ എന്ന് പറഞ്ഞ ഒരു സ്മാർട്ട് കീ ചെയിനെ കുറിച്ചാണ്. നമുക്ക് പേയ്മെന്റ്സും സംഭവങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കീ ചെയിൻ ആണ്. ഇതിൽ NFC സപ്പോർട്ടൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ആക്ച്വലി ഒരു NCMC കാർഡാണ്, അതായത് നാഷണൽ കോമൺ പേയ്മെന്റ് കാർഡാണ്. അതായത് നമുക്ക് ഈ കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇപ്പോൾ മെട്രോയിലോ ഇങ്ങനത്തെ ട്രാവൽ പർപ്പസിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എല്ലാത്തിലും ഇത് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാർഡാണ് ഇപ്പോൾ ഇറക്കിക്കുന്നത് നമ്മുടെ ഫെഡറൽ ബാങ്ക്. ഇത് ആക്ച്വലി ഫെഡറൽ ബാങ്ക് യൂസേഴ്സിന് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. അതാണ് മെയിൻ ആയിട്ടുള്ളൊരു കോൺ എന്ന് പറയാനുള്ളത്. പോരാത്തിന് ഇതിന് നല്ല ചാർജ് വരുന്നുണ്ട്. ഇതിന് ആക്ച്വലി ഇഷ്യൂ ചാർജ് ആയിട്ട് 450 രൂപയും വരുന്നുണ്ട്, പ്ലസ് GST വരുന്നുണ്ട്. അതുപോലെ തന്നെ ആനുവൽ മെയിൻ്റനൻസ് ചാർജ് ആയിട്ട് 200 രൂപ പ്ലസ് GST വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു തോൽവി തന്നെയാണ്. ഇത്രയും ചാർജ് കൊടുത്തൊരു സ്മാർട്ട് കീ ചെയിൻ അത് വലിയ കാര്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ നമുക്ക് നോർമൽ നമ്മുടെ കാർഡിലുള്ള NFC ഫീച്ചർ തന്നെയാണ് സംഭവം. അത് വെറുതെ ഒരു കാർഡ് രൂപത്തിൽ ഇറക്കിയിട്ട് ഇത് ആക്ച്വലി ഇവർക്കൊക്കെ ഉണ്ട് കുറച്ച് ഇതിന് ആക്സസ് ബാങ്ക് ഉണ്ടെന്നുണ്ട് ഇതുപോലത്തെ കാർഡല്ല, കഴിഞ്ഞ പക്ഷേ കീ ചെയിൻ അല്ല, വേറെ എന്തോ സംഭവം തോന്നുന്നുണ്ട്. ഇതുപോലത്തെ കുറച്ച് അവർ ചുമ്മാ കമ്മോഡിറ്റീസ് ഇറക്കിക്കാണ് അവരുടെ ബിസിനസ് കൂടാൻ വേണ്ടിയിട്ട്. ഇത് ആക്ച്വലി വലിയൊരു തല്ലിപ്പൊളി ഇടിവെട്ട് മൂവ് തന്നെയാണ്. തല്ലിപ്പൊളി മൂവ് തന്നെയാണ് ഫെഡറൽ ബാങ്കിന്റെ സൈഡ് എന്ന് വെച്ചാൽ. ഒന്നാമത് ഫെഡറൽ ബാങ്ക് നല്ല തല്ലിപ്പൊളി സർവീസുമാണ്. അപ്പൊ നിങ്ങൾക്ക് അവർക്ക് ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ട്സ് എത്ര ആൾക്കാരുടെ പേരെന്നറിയോ ഇപ്പോൾ ഈ ഫ്രീസ് ആയി പോകുന്നത്. ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് എത്ര കമന്റ്സ് അപ്പം തന്നെ വരാമെന്നറിയോ. ഇപ്പോഴും ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ട് ഫ്രീസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഫ്രോഡ് ആക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ എന്താ പറയാ, ഇപ്പൊ കുറച്ചു കാലം മുമ്പ് ഭയങ്കരമായിട്ട് സംഭവം നടക്കണമെന്നില്ല. ഇത് ആക്ച്വലി ഒരു ഫ്രോഡ് പരിപാടിയാണ്. എന്താ പറയാ, നമ്മുടെ പോലീസ് സൈബർ ക്രൈം ഓഫീസിൽ നിന്ന്, അതും വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലത്തേക്ക് ആയിരിക്കും അവർ കംപ്ലൈന്റ് കൊടുത്തു പോയിട്ട്. ഇത് ഉടായ്പ പരിപാടിയാണ്. ഇത് ഫെഡറൽ ബാങ്ക് ഒന്നും ചെയ്യണമെന്നില്ല. ശരിക്കും RBI കംപ്ലൈന്റ് ചെയ്യുന്ന പരിപാടിയാണ് ഇത് ഫെഡറൽ ബാങ്കിനെതിരെ. ഇവരാണ് മെയിനായിട്ട് ഉടായ്പ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് എനിക്ക് വരുന്ന എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ മെയിനായിട്ട് ഇങ്ങനത്തെ കംപ്ലൈന്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ 90% ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ടുകളാണ്. അപ്പൊ തന്നെ എന്തോ ഉടായ്പുണ്ടെന്ന് ഇപ്പം അറിയാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സും സംഭവങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് കോമ്പാക്ട് ഡിസൈൻ, അതുകൊണ്ട് കീ ചെയ്യാൻ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. കോൺടാക്ട്ലെസ് പേയ്മെന്റ് സപ്പോർട്ടാണ്. അപ് ടു 5000 rupees വരെ നമുക്ക് ഉപയോഗിക്കാം. അതും ഡെയിലി നമുക്ക് 5 ട്രാൻസാക്ഷനാണ് ലിമിറ്റ് വന്നേക്കുന്നത് കേട്ടോ. പിന്നെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്, ടോക്കണൈസേഷൻ ഫീച്ചേഴ്സ് ഒക്കെയാണ്. നിങ്ങൾക്ക് അറിയിക്കുക, അത് ഓൾറെഡി NFC സപ്പോർട്ടുള്ള കാർഡിൽ എല്ലാത്തിലുള്ളതാണ്. പിന്നെ നമുക്ക് കോമ്പാറ്റബിലിറ്റി ആണ്, അതായത് നമുക്ക് എല്ലാ POS മെഷീനിലും അതുപോലെ തന്നെ NCMC മെഷീനിലൊക്കെ നമുക്ക് സപ്പോർട്ടറാണ്. NCMC എനേബിൾഡ് ആണ്, നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു. പിന്നെ ഫ്യൂവൽ പേയ്മെന്റ്സിന് ഒരു ഓഫർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് യൂസ് യുവർ ഫ്ലാഷ് പേ ഡിവൈസ് അറ്റ് ഫ്യൂവൽ സ്റ്റേഷൻ ഫോർ റീഫില്ലിംഗ് ഫ്യൂവൽ ആൻഡ് റിസീവ് അഷ്യൂർഡ് ക്യാഷ് ബാക്ക് അപ് ടു 124 rupees ഓൺ യുവർ കോൺടാക്ട്ലെസ് ട്രാൻസാക്ഷൻ. അത് എന്തിനാണ്, എവിടെയാണ്, അതൊന്നും ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ അങ്ങനെ അതുണ്ടെങ്കിൽ നല്ലൊരു ഫീച്ചർ തന്നെയാണ്. അത് നമുക്ക് എന്ത് ക്യാഷ് ബാക്ക് കിട്ടിയാലും നമുക്ക് ഫീച്ചർ തന്നെ, അത് നമുക്കൊരു നല്ല ബെനിഫിറ്റ് തരുന്ന പരിപാടി തന്നെയാണല്ലോ. പിന്നെ എലിജിബിലിറ്റി ഓൾറെഡി അവരുടെ കസ്റ്റമേഴ്സിനാണ് മാത്രമേ പറ്റുള്ളൂ. അത് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഫുള്ളി ഓൺലൈൻ അല്ല, അത് വേറൊരു കോണാണ്. നമ്മൾ ഡെബിറ്റ് കാർഡ് സർവീസിൽ പോയി കഴിഞ്ഞാൽ, അപ്ലൈ ഫോർ ഡെബിറ്റ് കാർഡിൽ പോയി കഴിഞ്ഞാൽ അക്കൗണ്ട് നമ്പർ സെലക്ട് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ കാർഡ് ടൈപ്സിൽ ഈ സാധനം കാണിക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ ബ്രാഞ്ച് വിസിറ്റ് ചെയ്തിട്ട് ഒരു ഫോം റിക്വസ്റ്റ് കൊടുക്കണം കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കൊരു 7 to 10 days എടുക്കും ഇത് സാധനം കിട്ടാൻ. അപ്പോൾ അത് ഫുള്ളി ഡിജിറ്റലും അല്ല, അതും ഒരു മെയിൻ കോൺ തന്നെയാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആക്ടിവേഷൻ ആൻഡ് ബ്ലോക്കിംഗ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ നോർമൽ കാർഡ് സെറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് പിന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത്രേ ഉള്ളത്, വേറെ വലിയ സംഭവമൊന്നുമില്ല. ഫ്ലാഷ് പേ ലിമിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 5000 rupees ആണ് പെർ ഡേ പെർ ട്രാൻസാക്ഷൻ. അത് മാക്സിമം 5 ട്രാൻസാക്ഷൻ പെർ ഡേ ആണുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കൊരു ദിവസം 5 ട്രാൻസാക്ഷനെ ചെയ്യാൻ പറ്റുള്ളൂ. അതും ഒരു ഇത് വന്നിട്ടുണ്ട്. ഫീസാണ് പിന്നെ വെയിറ്റ് മില്യമാണ്. ഫ്ലാഷ് പേന് 450 രൂപ പ്ലസ് ടാക്സ്. നമുക്ക് ഇഷ്യൂ ചാർജ് വരുന്നുണ്ട്, അത് 90 daysനുള്ളിൽ പിടിക്കും. അതുപോലെ തന്നെ AMC ചാർജ് 190 രൂപ പ്ലസ് GST വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫെഡറൽ ബാങ്കിന്റെ എന്താ പറയുക ഫ്ലാഷ് പേ എന്ന് പറഞ്ഞ സ്മാർട്ട് കീ ചെയിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒന്നാമത് ഞാൻ ഫെഡറൽ ബാങ്കിന്റെ കസ്റ്റമർ തന്നെയാണ് ഓൾറെഡി. പിന്നെ അത് മാത്രമല്ല, ഡയറക്റ്റ് ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ട് എൻ്റെ ഉണ്ട്. അതുപോലെ പോരാണ്ട് നമ്മുടെ ജൂപ്പിറ്ററിന്റെ ഫീൻ്റെ അക്കൗണ്ടും ഉണ്ട്. അത് വേറെ കാര്യം. പക്ഷെ അവർക്ക് കിട്ടില്ല, അത് ഡയറക്റ്റ് ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനിയിപ്പോൾ സപ്പോർട്ട് വരുമോ എന്നറിയില്ല. പക്ഷെ എന്നാലും ഞാൻ അത് റെക്കമെൻഡ് ചെയ്യില്ല. എന്ന് വെച്ചാൽ ഒരു കാര്യമില്ലാണ്ട് ചുമ്മാ ഇതിനടുത്ത് നമ്മൾ ATM എടുത്താൽ മതി. രണ്ട് വലിയ കാര്യമൊന്നുമില്ല. വെറുതെ കീ ചെയിനും പിടിച്ചിട്ട് ആദ്യം കുറച്ച് എന്താ പറയുക, കുറച്ച് ആദ്യത്തെ ഇവിടുത്തെ ദിവസം കുറച്ച് നമ്മൾ ഉപയോഗിക്കും, പിന്നെ അത് ഉപയോഗിക്കുന്നില്ല. അത് നോർമൽ കീ ചെയിൻ പോലെ തന്നെയാവും. അപ്പോൾ ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല സംഭവം. ചുമ്മാ വെറുതെ ഒരു ഗിമ്മിക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, വെറുതെ മാർക്കറ്റിംഗ് ഗിമ്മിക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വന്നപ്പോൾ നമ്മുടെ 2 ചാനൽ അങ്ങനത്തെ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമന്റ് കൊടുക്കുന്നതാണ്. നമ്മുടെ പുതിയ ചാനലായി GHH വേൾഡ് കാണാത്തവർ പോയി കണ്ടു നോക്കുക. നമ്മൾ ന്യൂസ്, ടെക്നിക്കൽ ന്യൂസ്, ഫൈനാൻഷ്യൽ ന്യൂസ്, മൂവി ന്യൂസ് സംഭവങ്ങളൊക്കെ നമ്മൾ ഇടുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കംപ്ലീറ്റ് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അടുത്ത പോലെ കാണാം.